അമ്മ. ശരി ശരി. അങ്ങനെ 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നു ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നാണ് നമ്മുടെ ഒല്ലൂർ വീട്ടിലത്തെ പാലുകാച്ചൽ. നല്ല മഴയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ചേച്ചിയുടെ അടുത്തുനിന്ന് വന്നപ്പോഴേ നന്നായിട്ട് വൈകിയായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ കുളിച്ച് കിടന്നപ്പോഴേക്കും 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും മയങ്ങി എണീറ്റു. അപ്പോഴേക്കും ഈ ഒരു കോലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മണ്ണമ്പേട്ട അമ്മായിയും അമ്മയും ഒക്കെ അവിടെ അവരും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. വിളക്കൊക്കെ വെച്ച് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതുക്കെ നമുക്ക് ഇറങ്ങാം കേട്ടോ. കുഞ്ഞാ ആദ്യമായിട്ടാ വീട് കാണാൻ പോണു കുഞ്ഞൻ. അമ്മ ഒരു പോള കണ്ണടക്കാണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. അമ്മായി ഉറങ്ങിയിട്ടില്ലേ? ഉച്ചയ്ക്കൊക്കെയാണ് ഫുഡൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. കാലത്ത് നമുക്ക് കുറുമക്കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കൊണ്ട് അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ ഒരു പെട്ടിവണ്ടിയിൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം അച്ഛൻ ഓൾറെഡി നമ്മുടെ അടുത്തേക്ക് വരും. ചേച്ചി മേട്ടനൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അവരെത്തുന്നേക്കാളും മുന്നേ എന്തായാലും നമ്മൾ ഒല്ലൂർ എത്തുന്നു തോന്നുന്നു. നല്ല മഴയായിരുന്നു. ഇവിടെ വീട്ടിൽ പാല് കാച്ചുന്ന ആൾക്കാർ എത്തിയിട്ടില്ല. വെയിറ്റ് ചെയ്യാൻ ഞങ്ങള്. നല്ല മഴയും. കുഞ്ഞാ വീട് കാണാൻ പോണ ഇൻട്രസ്റ്റില്ല. എങ്ങനെയുണ്ട്? എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ കാണണുള്ളൂ എന്നുള്ള തീരുമാനത്തിലായിരുന്നു എന്ന് തോന്നുന്നു കുഞ്ഞൻ. അത് കാരണം വീട് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എക്സൈറ്റ്മെന്റുകളൊക്കെ ചെറുതായിട്ട് നിങ്ങൾ കാണുള്ളൂ. കാരണം അത്ര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളല്ല കുഞ്ഞൻ. നമ്മുടെ ചേച്ചിയുടെയും ഏട്ടൻ്റെയൊക്കെ ഒരു ഒരു പിന്മുറക്കാരിയാണല്ലോ. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. മനസ്സിൽ പക്ഷെ അതിയായ സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ചേച്ചിമ്മ താക്കോല് ശ്രീകുട്ടൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നമുക്കിനി തുറന്ന് ഉള്ളിലേക്ക് കയറാട്ടോ. ചവിട്ടിയോളൂ എടുക്കട്ടെ കേട്ടാ. എങ്ങനെയുണ്ട് കുഞ്ഞാ? അതിട്ടോ നമ്മളെത്തുന്നേക്കാളും മുന്നേ തന്നെ ചേച്ചിയുടെ മൂത്ത നാത്തൂന് എത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് 3 നാത്തുമാരുണ്ട് കേട്ടോ. ഏട്ടായി ഒരൊറ്റ മകനാണ്. അത് സിന്ധു ചേച്ചിയാണ് ഏറ്റവും മൂത്ത നാത്തൂൻ. സിന്ധു ചേച്ചിക്ക് 2 പെൺമക്കളുണ്ട്, ചക്കിയും അതുപോലെ തന്നെ നന്ദപ്പനും. ഞങ്ങൾ അങ്ങനെയാണ് അവരെ വിളിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലെത്തി. ഇതാ തിരിയൊക്കെ കൊളുത്തി നമ്മുടെ വീട്ടിൽ, നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് ഇങ്ങനെ എടുത്തു പറയണല്ലേ, നമ്മൾ ആദ്യമായിട്ട് തിരി കത്തിച്ചു. ചേച്ചി പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ അടുത്തും ഒരുപാട് അന്വേഷണങ്ങളും നന്ദിയും ഒക്കെ. കാരണം എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണല്ലോ നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയത്. അപ്പോൾ ചേച്ചിയുടെ തരഫ്സ് ഞാൻ നിങ്ങളോട് പറയാണ് താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇതുവഴി അങ്ങ് അടുക്കളയിലോട്ട് പോകാം കേട്ടോ. അടുക്കളയിൽ വർക്ക് ഏരിയയിലാണ് നമ്മൾ മെയിൻ കിച്ചണൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് മെയിൻ കിച്ചൺ. ഇവിടെ നമ്മളങ്ങനെ അടുപ്പൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. കബോർഡുകളൊക്കെ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദീപവുമായി ചേച്ചി ഇതാ അടുക്കളയിലേക്ക് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സന്തോഷത്തോടെ ചിലവഴിക്കുന്ന ഒരു ഏരിയയാണ് അടുക്കള. അവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് കാച്ചൽ ചടങ്ങ് തുടങ്ങാം. നമുക്ക് അതിരാവിലെ 5 മണി തൊട്ട് 6:30 വരെ എങ്ങാണ്ടാണ് സമയം തന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. നമ്മളങ്ങനെ എന്താ പറയുക, എത്താൻ പറ്റുന്നവരെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കുറേ പേർക്കൊന്നും വണ്ടി കിട്ടിയില്ല, ട്രെയിൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ചേച്ചിമാർ. അപ്പോൾ നമ്മളങ്ങനെ പാല് കാച്ചൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മൺകലത്തിൽ ചെയ്യണമെങ്കിൽ അടുപ്പ് വേണമല്ലോ. നമ്മൾ അടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. അവിടെ ആകെ 3-4 ആളല്ലേ ഉള്ളൂ. നിർത്തിക്കോ പുരവിട്ട് അറിയോ ആർക്കെങ്കിലും പുരവിടാൻ? ശ്രീകുട്ടൻ
പാല് തിളച്ച് അടുപ്പിൽ തൂവരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല അത്ര. അത് കാരണം കൊണ്ട് നമ്മളങ്ങനെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പാലെല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടാ. സന്തോഷമായ ഇഷ്ടപ്പെട്ടാ കുഞ്ഞാ സൂപ്പറായില്ല. ഇതാണ് ചിന്തേച്ചി. ഇതാണ് ഏറ്റവും മൂത്ത നാത്തൂട്ടാ. എങ്ങനെയുണ്ട് ചിന്തേച്ചി വീട്? അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മുഖത്ത് ആ പ്രസന്നത കാണാനുണ്ടല്ലേ. പുതിയ വീട്ടിലേക്ക് അവര് വളർന്നു വന്ന വീട് കുറച്ചും കൂടി നല്ല രീതിയിലാവുമ്പോൾ വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് ചേച്ചിമാരുടെ മുഖത്ത് കാണുന്നത്. പന്തലൊക്കെ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാപ്പിയാ? പാല് തന്നെ കുടിക്കില്ല. കാപ്പിയല്ല ഇപ്പൊ എന്താ ബ്രൂട്ട് കാപ്പി. ഇപ്പൊ കാലത്ത് നമ്മൾ കുറച്ച് പേരുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചായിരുന്നു ശ്രീ അങ്ങനെ ഒട്ടും നമ്മൾ 8 ആളുണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയല്ല, നമ്മൾക്കൊരു ക്ലോസ് ഏരിയ ഉണ്ടാവുമല്ലോ. അതായത് വിളിച്ചില്ലല്ലോ എന്ന് പരാതി പറയുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും അടുത്ത ആൾക്കാർ, ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചിയുടെ അവിടെ തന്നെ ഞാൻ അപ്പുറത്തും ഇളയമ്മമാരെ ഇളയച്ചമാരൊക്കെ ഉണ്ടെന്ന് പറയില്ല. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറയണ്ടേ, അവരെന്നും കാണുന്നതാണ് വീടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പറയണ്ടേ. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ കാണുന്ന തിരക്കിലാണ്. 2 വാക്ക് നമ്മുടെ പാല് കാച്ചലിനെ കുറിച്ച് അഭിപ്രായം. പാല് സൂപ്പറായിട്ടുണ്ട്. പാല് സൂപ്പറായിട്ടുണ്ട്. പാലല്ല കാപ്പി. അച്ഛൻ വന്ന ചേച്ചി വന്നു. പക്ഷെ ഒരു 7 മണിയാകുമ്പോഴേക്കും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഓടിയെത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചി ചേട്ടനും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമ്മാന പൊതികളൊക്കെ ആയിട്ടാണ് ചേട്ടൻ്റെ വരവ്. അപ്പോഴേക്കും അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മുടെ ഇഷ്ടുകറി കൊണ്ടുവന്നു. ചേച്ചി വരുന്നു. ചേച്ചിയുടെ ഏറ്റവും താഴെയുള്ള നാത്തും വരുന്നു. എത്ര നേരത്തെയായെന്ന് അല്ലെങ്കിൽ എല്ലാവരും പറയാം. അല്ലെങ്കിൽ അപ്പൊ 6:30 ആകുമ്പോ എത്ര ആളായിരുന്നു. ട്രെയിൻ പോയി. ഗുരുവായൂരാണ് ചേച്ചിയുടെ വീട്. പിന്നെ മോൻ ഉണ്ണിക്കുട്ടൻ. അങ്ങനെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ വേറൊരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു. നടുവിൽ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലത്തെ ചേച്ചിയുടെ മക്കളും അതുപോലെ തന്നെ ചേച്ചിയുടെ 3 മക്കളാണുള്ളത്. ചേച്ചിയുടെ 2 മക്കളാണ് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. അപ്പം അമ്മയ്ക്ക് ചെറിയൊരു ഓർമ്മക്കുറവും അതുപോലെ തന്നെ ചുമയും ഒക്കെ ഉണ്ട്. അപ്പം അമ്മ വന്നിട്ടുണ്ട്. അമ്മയും കൂടി വന്നപ്പോൾ ഏകദേശം പൂർണ്ണമായി, നമ്മളെല്ലാവരും ആയി. കണ്ട കസാരയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തെ ടെറസിൻ്റെ മുകളിൽ ഇട്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങോട്ട് ഇറക്കലൊക്കെ ആയിട്ട് ചേച്ചി കുറച്ച് ദിവസം നല്ല പണിയിലാവും. വീട് എങ്ങനെയുണ്ടെന്ന് പറയും. സൂപ്പർ വീട്. ചേച്ചി ഏറ്റവും താഴെയുള്ള നാത്തൂനാണ് കേട്ടോ ചേച്ചിയുടെ. ഇതിന്റെ നടുവിലൊരു കഷ്ണം ഉണ്ട്. അത് വന്നിട്ടില്ലേ പനിയെ ഉള്ളു പണി കഴിഞ്ഞിട്ട് പുഴ കാണുന്നത്. പാല് കാച്ചലിന് എല്ലാവരും എത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ അതെങ്ങനെയാ ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തുക. അത് കാരണം നമ്മളെല്ലാവരും ചേർന്നിരുന്നു ഓരോ ഫോട്ടോ എടുത്തു. ഇതിലിപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാനില്ല കേട്ടോ. ഒരുപാട് പേര് കുറവുള്ളവരുണ്ട്. പനിയായിട്ടും അതുപോലെ തന്നെ വേറെ പല അസുഖങ്ങളും അസൗകര്യങ്ങളും ഒക്കെ ആയിട്ടും പലരും കാണാണ്ടാവില്ല. ഹാപ്പി വിഷു, ഹാപ്പി ഓണം. അവിടെ നിൽക്കുന്ന ആള് സജീവൻ ചേട്ടൻ, ഏറ്റവും മൂത്ത ആളിയൻ. അതാണ് ഏറ്റവും മൂത്ത നാത്തൂൻ. ഏറ്റവും താഴെയുള്ളത് സിനാപ്പൂട്ടാ. അപ്പൊ ചിരിച്ചെല്ലാവരും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിട്ട്. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുവിധം പേര് എല്ലാവരും ഉണ്ട്. ചേച്ചിയുടെ ഫാമിലിയിൽ ഇനിയും കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരുന്നതാണ് കേട്ടോ. കാലത്തെ പാല് കാച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിലിപ്പോ മിശ്രിതമാണ് ഇവിടുത്തെ ഫാമിലി എല്ലാവരും. ഞാൻ എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ലേ, പല വ്ളോഗിലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് നമ്മുടെ വീട് സൂപ്പർ. അപ്പൊ വീടെല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടവരൊക്കെ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അങ്ങനെ പാല് കാച്ചൽ ചടങ്ങ് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അമ്മ അന്ന് പൊളിച്ചപ്പന്നെ എന്നാ കാണുന്ന പിന്നെ അല്ല അതിന്റെ ഇടയിൽ നമ്മൾ അമ്പലത്തിൽ വന്ന് പെൻഷൻ മേടിക്കാനൊക്കെ മേടിക്കണം. എങ്ങനെയുണ്ട്? സ്വപ്നം കണ്ട പോലെ വീടായ? സ്വപ്നം കണ്ട പോലത്തെ വീടായ? ഇഷ്ടപ്പെട്ടു, ഇഷ്ടായി. അമ്മക്ക് എന്താ അഭിപ്രായമാ? ചോക്കിയെന്ന് പറഞ്ഞ ആൾക്കാരോട് ചോദിക്കട്ടെന്ന്. കുഞ്ഞനാണത് ഒന്നും കാണാൻ ആദ്യമായിട്ട് കാണുന്ന ആള്. അല്ല ചേട്ടൻ
അങ്ങനെ ഫൈനലി ഏട്ടായും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏട്ടായും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഇതാ എല്ലാവരും ഏകദേശം നമ്മൾ ക്ഷണിച്ചിട്ടുള്ള എല്ലാവരൊക്കെ എത്തി. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ എല്ലാവർക്കും മാത്രമേ മേടിച്ചുള്ളൂ, ബാക്കിയുള്ള കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കി. വെള്ളയപ്പം ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല എന്ന് അമ്മ പറഞ്ഞു. അല്ലെങ്കിൽ അയാൾ അതൊന്ന് ട്രൈ ചെയ്തേ. കാരണം വെള്ളയപ്പം ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഹൂർത്തം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് അത് അങ്ങോട്ട് ഒഴിവാക്കിയ ആൾ. പക്ഷെ നമ്മൾ നല്ല വെള്ളയപ്പം ഇഷ്ടക്കറിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ നമ്മുടെ ഓൾറെഡി നമ്മൾ പാല് കാച്ചി കഴിഞ്ഞാൽ നമുക്ക് എന്തും നമ്മൾ അടുപ്പിൽ വെക്കാമല്ലോ. അപ്പോൾ ചായയൊക്കെ അവിടെ തന്നെയാണ് വെച്ചത്. പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. അതാ നോക്കൂ, ഒരു കൊട്ട പഴമാണ് അമ്മ പുഴുങ്ങി കൊണ്ടുവന്നിരിക്കുന്നത്. അതാ നോക്കൂ, പഴം പുഴുങ്ങിയത് ഒരു കൊട്ടാന്ന്. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാവരും വീട്ടിലുള്ളവരൊക്കെ കഴിച്ചു. പിന്നെ വരുന്നവരൊക്കെ കഴിച്ചിട്ട് പോണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കിച്ചണിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലെ ഒരു 4 ആൾക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു മേശ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കിച്ചൺ ഡൈനിങ് ഏരിയ. വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അമ്മായി, പിന്നെ കണ്ണൻ, സന്ധ്യമൂള്, അമ്മുട്ടിയമ്മ, വേലച്ച നോക്കിയിരിക്കാൻ, അഭിപ്രായം പറയാൻ. ഇതെന്തിനണ്ടി പെണ്ണേ ഇത്ര അധികം പച്ചക്കറി? 100 ആൾക്ക് 120 ആൾക്കൊക്കെ സദ്യ കഴിക്കുന്നത്, 300 ആൾക്ക് ഉള്ള പച്ചക്കറി അരിൻ്റെ ഇരുന്നിട്ട്. ഞാൻ പറഞ്ഞതിൽ അധികം ഉണ്ടായിക്കോട്ടെ, വില കേട്ടാ കുഴപ്പമില്ല. അഭിപ്രായം പ്രായമായ ആൾക്കാരൊക്കെ ഒരു രസമല്ലേ. കുറേ നേരം അവിടെ വന്നിരുന്നു. പിന്നെ ആള് പോയി. പിന്നെ ഞങ്ങൾ നേരം വെളുക്കോളം പണിയെടുത്തു. ഒരു തുണ്ട് കണ്ണടച്ചിട്ടില്ല. ഒരു ഞങ്ങൾക്ക് ഈ 9 തരം കറി, പായസവും പപ്പടവും നല്ല സന്തോഷമായിരുന്നു. കൊണ്ടാട്ടമുളക് എല്ലാം അടങ്ങിയത്. എന്റെ വീഡിയോയിൽ ഇതൊക്കെ കാണാമെങ്കിലും പകുതി നിങ്ങൾ കാണില്ല കേട്ടാ. ഞാൻ അപ്പോഴേക്കും വയ്യാണ്ടായി. വീഡിയോ എടുക്കേണ്ട മൂടൊക്കെ പോയി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതി. കാരണം കാല് ഭയങ്കര വേദന. ഇങ്ങനെ ഒരു ദിവസം അമ്മായി വന്നാരോട് പിന്നെ അമ്മായി ചേച്ചി ഉണ്ടായില്ലോ. ഞാൻ സത്യത്തിൽ അമ്മായിനെ വിളിക്കാൻ വിചാരിച്ചിട്ടില്ല, വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ടേ. അമ്മായിക്ക് നല്ല പണിയാർന്നേ. അവിടെ വർക്ക്ഷോപ്പൊക്കെ ഉള്ള ആളാണ് അമ്മായിക്ക് അങ്ങനെ പണിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ അമ്മായിക്ക് നല്ല താല്പര്യ. ഇപ്പൊ അമ്മായിയും വയ്യാണ്ടായി. ഇന്നലെ അമ്മായിയും പറഞ്ഞു ഇങ്ങനെ ചെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചേച്ചിയെ, ഇനിയൊക്കെ നമുക്കൊക്കെ വയ്യാണ്ടായി. അപ്പൊ ഇനിയൊക്കെ ഇതൊക്കെ ചെയ്യല് നമുക്ക് നിർത്താം. ഇത് കാണുമ്പോ അവര് പറയും ചിലപ്പോ ഓർഡർ ചെയ്താൽ മതിയാണെന്നില്ല അമ്മ എത്ര അധികം വർത്താനം പറയണമെന്ന് ചോദിക്കും. അല്ല, ഓർഡർ ചെയ്താൽ മതിയായിരുന്നു, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ അല്ല, നമ്മുടെ വീടിന്റെ പരിപാടിയല്ലേ നമ്മള്. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരുപാട് വാർക്കകള്, എത്രയോ വാർക്കകള് കഴിഞ്ഞിട്ടുണ്ട്. മോനെ എത്ര വാർക്ക് കഴിഞ്ഞിട്ടുണ്ട്? 3-4 വാർക്ക് കഴിഞ്ഞു. അതിനൊക്കെ നമുക്ക് പറ്റാവുന്ന. ഈ വീട് തൊട്ടല്ല, മറ്റേ വീട് തൊട്ടേ നമ്മൾ തന്നെയാ. മറ്റേ വീടിന്റെ കുറ്റൂശ മാത്രല്ല നമ്മള് പുറത്തേക്ക് കൊടുത്തുള്ളൂ. വല്ലൂരത്തെ വീടിന്റെ വാർക്കുകളൊക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്ത് തുടങ്ങി. അങ്ങനെ നമ്മള് വയ്യ, പിന്നെ കയറി താമസിക്കാളെ തിടുക്കം, പിന്നെ ഈ മഴ, അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോ എന്നാലും നമുക്ക് ഒരു 4 ആൾക്ക് ഭക്ഷണം കഴിച്ച് നമ്മുടെ കുടുംബം ഒരു സന്തോഷല്ലേ. അതിന് വേണ്ടിട്ട് നമ്മൾ ചെയ്തേട്ടാ. ഹാപ്പി അല്ലേ എന്റെ മോൻ നല്ല ഹാപ്പി ആട്ടാ. സ്വപ്നത്തിന്റെ ഒരു ഇത് ഇത്ര പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ. എടുത്തോ പിടിച്ചോന്നൊരു വീടായില്ല കേട്ടാ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാ. നമുക്കാണെങ്കിൽ 6 മാസം ഫീൽ ചെയ്താണ്. ഇവിടെ വേറെ വീട് വന്നല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന വീടോ ഞങ്ങൾ 2 മാസം മുമ്പ് വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ വീടായിരുന്നല്ലോ എന്ന് പറയാനായിരുന്നു. അത്രയും ഷോർട്ട് ടൈം ആയിട്ട് വന്നതാണ്. നമ്മളിത് പണിയണത് കൊണ്ട് നമുക്ക് ഒരു 6 മാസം നമുക്ക് ഫീൽ ചെയ്തു. എന്നാലും 6 മാസത്തൊന്നും ഫീൽ ചെയ്തിട്ടില്ലല്ലോ. 6 മാസം ഇല്ല, എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ വീടായി എനിക്ക് തോന്നിയിട്ടുള്ളേ. ഇതൊരു യാദൃശികമായിട്ടല്ല. ഇത് ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ ഒരു സഹായനത്തിന് തുടങ്ങിയതാണ് കേട്ടാ. സത്യം പറഞ്ഞ വീടിന്റെ ചിന്തകൾ തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ ഞങ്ങൾ പണിയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. അത് പെട്ടെന്നാണ് മാറി ഒരു വേറൊരു ഇത്. ഞങ്ങളോട് കൂടി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓവറായിട്ടാ. വെള്ളയപ്പം മിഠായി മേടിച്ചു. അമ്മ കുറുമക്കറി, അമ്മയും അമ്മയും ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ വീട്ടില്. ചേച്ചി എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഫുഡ് തയ്യാറാക്കിയത്. നേരത്തെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഉറങ്ങാണ്ട് ഫുഡ് വെച്ചു. നമ്മുടെ വീട്ടിലേക്കുള്ള ആദ്യത്തെ ഫുഡ് അവർക്ക് ഉണ്ടാക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതായത് ഫുഡൊക്കെ റെഡിയായി. ഒരുവിധം പരിപാടികളൊക്കെ സെറ്റായി. അവസാന ഘട്ട ഓട്ടത്തിനൊടുവിൽ ഞങ്ങൾ കഴിഞ്ഞു. ഇന്നിവിടെ നമ്മുടെ വീട്ടിലിരുന്ന് ആദ്യത്തെ ഭക്ഷണം കഴിപ്പാണ്. ഞാൻ ആദ്യത്തെ എല്ലാവരും അല്ലേ എല്ലാവരും ആദ്യത്തെ ഭക്ഷണം കഴിപ്പാണ്. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ.
അപ്പോഴേക്കും എന്താ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡും വണ്ടി വന്നാൽ പിന്നെ നമ്മൾ ഓടിച്ചെല്ലില്ലേ. ഫുഡും വണ്ടിയിൽ 9 തരം കറികളുണ്ടെന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ എല്ലാം സെറ്റാക്കി അടച്ച് പൂട്ടി വെച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അച്ഛനാണ് മണം പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. പേട്ടായി എല്ലായിടത്തും പുറത്തേക്ക് വെക്കുന്നുണ്ട്. അവിയൽ, പരിപ്പ്, പപ്പടം, പായസം, ചോറ്, തോരൻ, കാളൻ, കൂട്ടുകറി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അത് ചേട്ടന്മാരാണ്. ഇതാ ഞങ്ങളുടെ അളിയൻ ഷാജു എന്ന് പറയും. അപ്പോൾ നമുക്കിനി ചോറും കാര്യങ്ങളും ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് നമ്മുടെ അടുക്കളയുണ്ടല്ലോ, നമ്മുടെ മെയിൻ അടുക്കള, അതൊന്ന് എന്താ പറയാടാ, സമ്പന്നമാക്കാൻ വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വെച്ച് നിറച്ചിട്ട് ഇങ്ങനെ സമ്പന്നമായിട്ടിരിക്കട്ടെ എന്ന് ആദ്യത്തെ ദിവസം. കൂട്ടാനുള്ളതൊക്കെ മോരെ വശത്ത് ചൂടാക്കി തുടങ്ങി. ഓലം വെച്ചിട്ടുണ്ടമ്മ, ഓലം വെച്ചിട്ടുണ്ട്. ഇതെന്തമ്മ ചൂടാക്കണ്ട, അത് ഓലനെ തേങ്ങ പല്ലണേ കേബേജ് വെള്ളപ്പേരി വെള്ള കളറിൽ അവിയലും നമ്മുടെ വടുകപ്പുളി അച്ചാറും. അമ്മ ഇത് കായ വറുത്തത്, ഭദ്രന്ന് കായ വറുത്തത്. എന്നോട് കടിച്ചേ. നല്ല എരിവാണ്, അമ്മായി ഉണ്ടാക്കിയതാ. നല്ല എരിവുണ്ടാവും. ഞാൻ കായ വറുത്ത സാമ്പാർ, അവിയൽ, പായസം, അതുപോലെ തന്നെ കൂട്ടുകറി, മീൻകറി, മോരുകറി, കൊണ്ടാട്ടം വറുത്തത്, കായ വറുത്തത്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകതരം മഞ്ഞയും പ്രത്യേക ടേസ്റ്റും ഉണ്ട് ഈ മോരുകറിക്ക്. അതായത് അമ്മ നാടൻ തൈര് കൊണ്ട് ഉണ്ടാക്കിയത്. നാടൻ പാല് മേടിച്ച് കുറുക്കി കാച്ചി കുറുക്കി അതിൽ മോരൊഴിച്ച്, അതൊക്കെ ഞാൻ അത്രയും ടേസ്റ്റിൽ വരണമെന്ന് വിചാരിച്ചിട്ട് ഈ മോരുകറി ഇങ്ങനെ വെച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാം ഇവിടെ ഇങ്ങനെ ഇപ്പോഴാണ് അടുക്കള ഒന്ന് എന്താ പറയാ കാണിച്ചത്. അതെ, ഭക്ഷണം നിറഞ്ഞ അടുക്കള എപ്പോഴായേ. അങ്ങനെ ഭക്ഷണം നിറഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി മേടിക്കുമ്പോഴേ എണ്ണിച്ചുട്ട പോലെയാ, ഒരു പേടിക്കാൻ നമുക്ക് അധികമായിട്ട് ഇരിക്കണം വിചാരിച്ചിട്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തി ഓരോരുത്തരായിട്ട് എത്തിയിട്ടാണ്. ഞാനപ്പോ എന്താ പൈനാപ്പിൾ കിട്ടാൻ പോവാ. കൈതച്ചക്ക പച്ചക്കറി സ്പോൺസർ ചെയ്തിരിക്കുന്നത് KMB ആണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് KMB എന്ന്. നല്ല അടിപൊളി പച്ചക്കറികൾ അവിടെ കിട്ടുമെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം എൻ്റെ അടുത്ത്. അപ്പോൾ ചേട്ടൻ ദാ അവിടെയൊക്കെ നമ്മുടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തിരി മോര് കുറവുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി മോര് റെഡിയാക്കാണ്. അമ്മയുടെ അടുത്ത് അമ്മ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടോ. വീട്ടിൽ വന്നപ്പോഴേ തന്നെ അമ്മ ആകെ മാറിയെന്നേ, ഒരു ഉഷാറൊക്കെ വന്നു. അങ്ങനെ നമ്മൾ പപ്പടം കാച്ചാനുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമുക്ക് മോര് ഒന്ന് ഉണ്ടാക്കാനായിട്ട്, ഒന്ന് സെറ്റാക്കാനായിട്ടുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ മാറി. എനിക്ക് അതൊക്കെ കൂടെയൊക്കെ കുത്തി നിറയ്ക്കണം. ഞാൻ പറയാറില്ല നിങ്ങളുടെ അടുത്ത് എപ്പോഴും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഒക്കെയും ഷാജുവേട്ടൻ പാത്രങ്ങളിലേക്ക് പകർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കറികളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ തരം കറികളും, ഇഞ്ചമ്പുളി അടക്കം ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചമ്പുളി അതടക്കം എന്താ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മണം പെട്ടെന്ന് ഉള്ള നമ്മുടെ അച്ഛൻ്റെ ഫാമിലി ആൾക്കാരാണ് കേട്ടോ. സദ്യക്കതയെ എൻ്റെ മോൻ വിളമ്പിലൂടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഷാജു. അപ്പൊ വിളമ്പാൻ ഓരോരുത്തരും കുട്ടികൾ എടുത്തോ. ഷാജു ഞങ്ങൾക്ക് 3 ഷാജു കേട്ടോ. ഷാജു ഞങ്ങളുടെ മോൻ ഷാജു, 2 മരുമക്കള്. മണി അത് പോണു. എല്ലാവർക്കും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും ഏകദേശം എല്ലായിടത്തും സജീവമായി. നമ്മുടെ വീട് മൊത്തം സജീവമായി. എല്ലാവരും എത്തി. വിളിച്ചവർ ആരും എത്താണ്ടിരുന്നിട്ടില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേട്ടൻ പായസം പകർത്താണ്. ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിഷ് പായസമാണെന്നാണ് പറഞ്ഞത്. പേട്ടായി ഇതാ ഇവിടെ നല്ല തിരക്കിലാണ്. എവിടെ നോക്കിയാലും കാണുന്ന ഒരാളാണ് ഷാജുവേട്ടൻ. ചേട്ടൻ എന്താ നമ്മുടെ ഇതൊക്കെ ഇടുന്നുണ്ട്, നമ്മുടെ വാഴലൊക്കെ വിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടായി പറയാ ഈ പടം കണ്ടപ്പോൾ അത് ഏട്ടായിയുടെ പടമാണ് അത്ര, കസ്റ്റമൈസ് ചെയ്ത് വെച്ചതാണെന്ന്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാവരും ഒരുവിധം എല്ലാവരും വിളിച്ചവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ്റെ ഇലയിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഏതൊക്കെ വിഭവങ്ങളാണ് വിളമ്പിയിട്ടുള്ളതെന്ന്. കൊണ്ടാട്ടമുളകാണ് അത്ര ശ്രീകുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം. അവനങ്ങനെ കൊണ്ടാട്ടമുളക് കൂട്ടിയാണ് ചോറുണ്ടത്. ബദ്രി ഉണ്ടായിരുന്നു. ബദ്രിക്ക് ഏറ്റവും ഇഷ്ടം മോരുകറിയാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഇവിടെ അടക്കി വെച്ചിട്ട്, നമ്മുടെ ഇവിടെ എങ്ങനെയാണ് കേട്ടോ, പണ്ടത്തെ ഒരു രീതിയിലാണ് നമ്മൾ സദ്യ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. ബുഫേ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ അങ്ങോട്ട് വിളമ്പി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ചേച്ചിമാരങ്ങനെ സമ്മാന പൊതികളുമായിട്ട് ചേച്ചിയുടെ അയൽപ്പക്കത്തു നിന്നുള്ള കുറച്ച് പേരും
പിന്നെ വേണ്ട വളരെ അടുത്തിട്ടുള്ള ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ അനിയനാണ് കേട്ടോ, പാപ്പനാണ് അപ്പുറത്തിരിക്കുന്നത്, വല്യച്ഛൻ്റെ മകനാണ് ചേട്ടൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗുകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ള കാരണം കൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തണമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ചേച്ചിയുടെ അമ്മായിയുടെ മക്കളുടെ ഫാമിലിയൊക്കെയാണ് കേട്ടോ. എനിക്ക് അവിടെ എല്ലാവരും അറിയില്ല. ഒരു തിരുത്തുണ്ട്, ചേച്ചിയുടെ വീട്ടിൽ എല്ലാവരും അറിയില്ല എന്നല്ല, എനിക്ക് പേരറിയില്ല എന്നാണ് പറയാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എനിക്ക് എല്ലാവരും അറിയാൻ, നമ്മൾ എത്രയോ വർഷമായിട്ട് എല്ലാവരും കാണുന്നതാണ് അല്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇത് മണ്ണമ്പേട്ട ടീമാണ് കേട്ടോ, അവരാണ് ആദ്യം ഇറങ്ങണത്. നമുക്ക് നല്ല ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൈക്കിൽ പോണ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർ പെട്ടെന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പിൽ ഭക്ഷണം കഴിക്കാൻ വീണ്ടും ആ പിള്ളേരൊക്കെ അല്ല സൂപ്പറായി. എൻ്റെ ഉണ്ണിക്കുട്ടനാണത്. ഇത് സിനാപ്പൂൻ്റെ ചേച്ചിയുടെ ഏറ്റവും താഴെയുള്ള നാത്തൂന് ആകുരമോനുള്ള കേട്ടോ ഉണ്ണിക്കുട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പപ്പടാണെന്ന് പറഞ്ഞാൽ ആളൊരു 6 പപ്പടം ഉണ്ട് തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര പപ്പടം കൊതിയാണ് അത്ര. പിന്നെ ഈ പിള്ളേർ സെറ്റ് എന്ന് പറയുന്നത് ചേച്ചി കല്യാണം കഴിഞ്ഞ് വരുന്ന കാലത്ത് ഇങ്ങനെ 1-2 വയസ്സുണ്ടായിരുന്ന പിള്ളേരൊക്കെയാണ് ഇപ്പോൾ വിരുതായി വലിയ വലിയ പിള്ളേരുകളായിരിക്കുന്നത്. ഓ മൈ ഗോഡ്, അങ്ങനെ ഞാനും ഇരുന്നു കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കണം കണ്ടപ്പോൾ എനിക്ക് കൊതിയും കൂടിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടേ. ഭക്ഷണം കഴിക്കാൻ 1, 2, 3, 4, 5, 6, 7, 9 തരം കറി ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഭക്ഷണമൊക്കെ ആയിരുന്നു, സാമ്പാറൊക്കെ ഭക്ഷണമൊക്കെ ആയിരുന്നു. പതിയായത് ഇഷ്ടപ്പെട്ട കറി ഇഞ്ചമ്പുളിയാന്ന് പറയും. ഇഞ്ചമ്പുളിയാണ് സൂപ്പറായിട്ടുണ്ട്. എവിടെയെങ്കിലും ചെറിയ സദ്യകൾ ഉണ്ടോന്നുണ്ടെങ്കിൽ അമ്മേനെ വിളിക്കാമോ? സദ്യയുടെ ബുക്കിംഗ് ഏറ്റെടുക്കാൻ പോവാ. അമ്മ അവിടെ ഇത് കണ്ടു. ഏറ്റവും ഗംഭീരം പായസാണ്. 5-6 പ്രാവശ്യം അമ്പല്ല കുമ്പിടി പായസം. എനിക്ക് കയ്പക്കായ കറി ഇഷ്ടമായിരുന്നു. കയ്പക്കായ കറി എനിക്ക് നല്ല ഇഷ്ടമായി. മാമന് ഏതാ ഇഷ്ടമായി? മാമ മീൻകറിക്ക് മീൻകറിന് ഇഷ്ടമായി. അവിടെ എല്ലാവർക്കും മീൻകറിയുടെ ഇതുള്ള പായസം നന്നായിട്ടുണ്ട്. ഇലയിൽ ഒഴിച്ച് അതില് പപ്പടം ഇട്ട് പഴം ഇട്ടിട്ടൊക്കെ ഇങ്ങനെ കഴിക്കട്ടെ. അത് ഇവിടുത്തെ ഒരു സ്റ്റൈലാണ്. എനിക്ക് അങ്ങനെ കഴിക്കാൻ അറിയില്ല. ഓ ചേട്ടനോട് മാള് എനിക്ക് വേണ്ട ചേട്ടാ, എനിക്ക് വേണ്ട. അന്നത് ഇങ്ങടെ തന്നെ വെച്ചോ. കഴിച്ചോ പപ്പടം കൂട്ടി തിന്നണത് കാണിച്ചു കൊടുക്ക്. ബാക്കി കാണിച്ചു തരും. ഞാൻ കാണിക്കുമ്പോ കുമ്മില്ല. അമ്മ ഉണ്ടാക്കി അടിപൊളി സദ്യ. ഇതാണ് കേട്ടോ വെള്ളൂർ വെളുപ്പന്മാരെ ചേട്ടന്മാര് എല്ലാവരും വേറെ വേറെ ഉണ്ടല്ലേ. എല്ലാന്തറ അമ്മായിമാര് മക്കളുണ്ടല്ലേ ചേച്ചിയെ? ഓക്കെ ഓക്കെ. ഏറ്റവും ഇഷ്ടമായ മീൻകറി ആയിരിക്കും ചേട്ടാ. അത്രയുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. പൈനാപ്പിൾ കട്ട് ചെയ്ത് വളരെ നന്നായി. ഞാൻ കറികള് ഇനി മോര് കറി. ഭക്ഷണമൊക്കെ എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് സന്തോഷമായി. ബാക്കി കുറച്ചുണ്ടായിരുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക
നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ഇതില്ലേ, നമ്മളിങ്ങനെ തമാശ രീതിയിലൊക്കെ ആണെങ്കിൽ പണ്ട് നമ്മൾ വ്ളോഗിലൊക്കെ കാണാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തമാശ രീതിയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീലുകളൊക്കെ കാണാറുണ്ട്, പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു പരിപാടി. അത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊതിഞ്ഞു കൊണ്ടുപോകും. ഏത് വീട്ടിലാണെങ്കിലും കൂടുതലുള്ള കറികളൊക്കെ നമ്മൾ പൊതിഞ്ഞ് കെട്ടിപ്പെട്ടിയിലാക്കിയിട്ട് പോവുകയാണ്. വീട്ടിലെത്തുമ്പോൾ നമുക്ക് വേറെ വെക്കാനൊന്നും നോക്കണ്ടല്ലോ, ചോറ് വരെ നമ്മൾ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. ചേച്ചിതാ ഇറങ്ങാൻ നിൽക്കണു, പിള്ളേരൊക്കെ ഇറങ്ങാൻ നിൽക്കണു. ചേട്ടനുണ്ട്, അമ്മയുടെ ഏറ്റവും മൂത്ത ആങ്ങളയുടെ ഫാമിലിയാണ് അത് കേട്ടോ. മാമൻ്റെ ഏറ്റവും മൂത്ത മാമൻ്റെ സന്തോഷ് ചേട്ടൻ, വിജി ചേച്ചി, അമ്മായി, പിള്ളേര് 3 പേര് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇനി യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കണം. ഓരോരുത്തരെ യാത്രയാക്കലാണ് കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ പടിക്കൽ വന്ന് നിന്ന് ടാറ്റ പറഞ്ഞ് യാത്രയാക്കി വിടും നമ്മൾ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിയാം. യൂട്യൂബിൽ എടുക്കേണ്ട ആൾക്കാരാണ് ഈ വന്നിക്കണത് കേട്ടാ. നിങ്ങളെല്ലാവരും യൂട്യൂബിൽ അപ്പുറത്തിരിക്കുന്ന ആര് മണ്ണ് വാരുന്ന ആള്. ഹായ് പറയ് പൊന്നോ, ഹായ് പറയ്, ഹായ്. ശ്രീകുട്ടൻ്റെ ചെറുപ്പം ഇപ്പോൾ യൂട്യൂബിൽ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം. അത് കാരണം എവിടെ പിള്ളേരെ കണ്ടാലും ഞാൻ പിടിച്ചു നിർത്തി ഒരു വീഡിയോ എടുക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഇവർ വലുതാകുമ്പോഴേ ഇവർക്ക് എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ശ്രീകുട്ടനെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ടെങ്കിൽ ഇവർക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നില്ലേ. ഞാൻ കുഞ്ഞേ പിള്ളേരെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. അങ്ങനെ ശ്രീകുട്ടൻ്റെ വായ്പുള്ളി അങ്ങനെ വൈകുന്നേരമായി ഒരു 3 മണിയായപ്പോഴാണ് അമ്മായിയും മാമനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ചായയൊക്കെ കുടിച്ചിട്ടാണ് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അയ്യോ കുമ്മാട്ടിക്ക് കാണാം. ബൈ പുന്ന, ബൈ. ഇവിടെ നല്ല മഴ കേട്ടോ. കഴിഞ്ഞപ്പോ നല്ല മഴ. ഉച്ച കഴിഞ്ഞ് 4 മണിയൊക്കെ ആയി. എല്ലാവരും പോയി. അമ്മായി വരെ പോയി. അമ്മായിയാണ് ഏറ്റവും ലാസ്റ്റ് പോകുന്ന ആളാണ്. അമ്മായി പോയി. അപ്പോ ഇനി നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇടാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൗസ് വാമിങ് പാലുകാച്ചൽ ഫംഗ്ഷൻ അതിഗംഭീരമായി നമുക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വൃത്തിയാക്കിടാൻ ഞങ്ങൾ തിരി ബാക്കി അതൊക്കെ ഒന്ന് ചൂടാക്കി വിചാരിച്ചു. കൊണ്ടുപോയി ബാക്കിയുള്ളതൊക്കെ അമ്മായി കൊണ്ടുപോയി. ഇവിടുത്തെ പെങ്ങന്മാര് തിരിച്ചപ്പോ കൊണ്ടുപോയി. സീനാപ്പൂ പോയിട്ടില്ലേ അല്ലേ? സീനാപ്പൂ പോയിട്ടില്ല. അപ്പൊ ഓരോരുത്തര് ഉള്ളതെന്ന് ഓരോ ഇതിലേക്ക് കൊണ്ടുപോകും. ബാക്കിയുള്ളത് ചൂടാക്കി വെക്കാൻ ചൂടാക്കിയ പിന്നെ കഥ പറയാൻ പോയിരിക്കുന്നു. ഇത്തിരി ആ വീട് കൂട്ടാൻ വീട് കൂട്ടാൻ കാപ്പിയിൽ കൂടെ നമ്മൾ കഴിച്ചോണ്ടില്ല. ഈ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ വീണ്ടും ഒറ്റയ്ക്കാവും. അമ്മ അച്ഛനും വീണ്ടും അവിടെ ഒറ്റയ്ക്കാവും. ഞാൻ പിന്നെ ഓൾറെഡി ഒറ്റയ്ക്കാണല്ലോ. ഇവർക്ക് രണ്ടാക്കും കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അച്ഛനും അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അമ്മ കടയിൽ പോരും കാലത്ത്. അച്ഛനാണ് പിന്നെ 5 മണിയാകുമ്പോൾ തിരിച്ചെത്തുന്നതാണ്. അപ്പൊ കുഞ്ഞിനെ കാണാത്തതിന്റെയും ചേച്ചിനെ കാണാത്തതിന്റെ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതങ്ങോട്ട് ശീലമാവും. ചേച്ചിക്ക് അത് കുറച്ച് ദിവസം അമ്മേനെ കാണാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ചേച്ചിയെ മൂളൽ മാത്രമുള്ള പിന്നെ അവിടെ നിങ്ങൾ കൂടുതൽ പ്രതികരണം പ്രതീക്ഷിക്കേണ്ട. പൈസ ഒക്കെ കൊണ്ടുപോയിട്ട് ചിരിച്ചിരെ ബാക്കിയുള്ളൂ. ഇതിനുള്ളിലേക്ക് ഒന്ന് വർത്തനം പറഞ്ഞ കേട്ടില്ല. നോക്കട്ടെ. ചേച്ചി വീണ്ടും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്കാവും. അമ്മയും അച്ഛനൊക്കെ ഇങ്ങോട്ട് പോരുമല്ലോ. പിന്നെ അമ്മയും ചേച്ചി ഏട്ടായി അതുപോലെ തന്നെ കുഞ്ഞിനുള്ള ഒരു ലോകത്തേക്ക് അങ്ങോട്ട് ഒതുങ്ങും. പിന്നെ വീട്ടിൽ കുറേ പണികളുണ്ടാവും കേട്ടോ. ചേച്ചിക്ക് കടയിൽ പോകണം, ചേച്ചിക്ക് ഏട്ടായിനെ സഹായിക്കണം, അങ്ങനെ കുറേ ചേച്ചിയുടേതായ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മേരെ കൂടെ നിൽക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം പോവും. വളരെ ഭംഗിയായിട്ട് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. മണിയും യതുവാണ് കേട്ടോ പോണത്. അപ്പോൾ അവരും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ചേച്ചിമാരും കൂടെ ഇനി പോകാനുള്ളൂ. ബാക്കി എല്ലാവരും പോയി. പകർത്തലുകളൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചേച്ചി തന്നെ ചെയ്യണ്ടേ. അമ്മായി ഉണ്ടെങ്കിൽ അമ്മായി എല്ലാം ചെയ്യും കേട്ടോ, സന്ധ്യച്ചു ഉണ്ടെങ്കിൽ. പക്ഷേ ഈ എന്താ പറയാ കാലത്ത് ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു അങ്കി. അപ്പം ഞങ്ങളെ എല്ലാവരും പറഞ്ഞു വിട്ടു, എല്ലാവരും പൊക്കോന്ന് പറഞ്ഞിട്ട്. ഇത് ഇച്ചിരി പണിയല്ലേ ഉള്ളൂ, ഇച്ചിരി പാത്രങ്ങളെ കഴുകാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഹെൽപ്പ് ചെയ്ത് ചേച്ചി ഹെൽപ്പ് ചെയ്തപ്പോൾ അതൊക്കെ കഴുകി വെച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ് പോന്നിട്ടുണ്ടാകുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ചേച്ചിയാണ് വീടിനോട് സെറ്റായിട്ട് വരേണ്ട ആള്. എനിക്ക് പക്ഷേ ആ വീട്ടിൽ ഞാൻ ഒരുപാട് നാളായി
ആയിട്ട് ജീവിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മുടെ തലൂര് വീട്ടിൽ തലൂര് വീടല്ലടാ, തലൂര് വീട്ടിൽ വന്നപ്പോഴും എനിക്ക് ആ ഒരു ഫീലായിരുന്നു. വല്ലൂര് വീട്ടിൽ പുതിയിൽ വന്നപ്പോഴും എനിക്ക് ആ ഒരു ഫീലായിരുന്നു. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ശ്രീ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് ഹോം ടൂർ കാട്ടുന്ന വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് ഏട്ടായിയോട് ചോദിക്കാം കേട്ടോ എല്ലാ കാര്യങ്ങളും. പിള്ളേരവിടെ ഇരുന്ന് ഡബ് സ്മാഷ് കളിക്കുകയെന്ന് തോന്നുന്നു. ഏട്ടായി അവരുടെ കൂടെ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വിവശനും ആവശ്യനുമായ നമ്മുടെ അച്ഛൻ ഉറങ്ങി ഏറ്റവും ലാസ്റ്റ് ഡൈനിങ് ടേബിളുമ്പോൾ തല ചാച്ചി കിടന്ന് ഉറങ്ങി. ഒരുപാട് ദിവസത്തെ ഉറക്കമുണ്ടായിരിക്കും മനസ്സിലും അതുപോലെ തന്നെ ശരീരത്തിലും. ഒരു സ്വസ്ഥതയുടെ ഉറക്കാവില്ല അത്. 2 പെൺമക്കൾക്ക് വീടായി സെറ്റായി എന്നുള്ള കാര്യം. അങ്ങനെ സിന്ധു ചേച്ചി പോയി. 6 മണിയായപ്പോൾ വിളക്കൊക്കെ വെച്ചു. ഈ വീട്ടിൽ ആദ്യമായിട്ട് 6 മണിക്ക് സന്ധ്യ വിളക്ക് വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനവും സങ്കടവും ഒക്കെ വന്നൊരു ദിവസമാണ് അത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയും സന്തോഷമാണ്. ഇന്ന് ഭയങ്കര ടാറ്റയ്ക്ക് ഭയങ്കര ആക്രാന്തം. സിൻചേച്ചി പോകുന്നതോടുകൂടി വീണ്ടും ഞങ്ങൾ 8 ആള് അമ്മ അടക്കം 9 ആളിൽ ഒതുങ്ങിക്കൂടി അവിടുത്തെ ഒരു വീട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പാലുകാച്ചൽ വ്ളോഗ്? ഇത്രയൊക്കെയാണ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ. ശ്രീ